നമസ്കാരം. കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഒരു പുതിയ നിയമം എസ്.ടി.എ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലേക്കും ഏത് സ്ഥലത്തേക്കും ഓട്ടം പോകുന്നതിന് ഓട്ടോക്കാർക്ക് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് ആ നിയമം. ആ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിലവിൽ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് അതത് ജില്ലകളിൽ കഴിഞ്ഞ 20 കിലോമീറ്ററുകൾ കൂടി അധികം പോകുന്നതിനുള്ള പെർമിറ്റുകളായിരുന്നു നൽകിയിരുന്നത്. നിലവിൽ ഉണ്ടായിരുന്ന നിയമം അതായിരുന്നു. നിലവിൽ ഏത് ജില്ലയാണോ പെർമിറ്റ് കിട്ടുന്നത് ആ ജില്ലയിൽ നിന്നും 20 കിലോമീറ്റർ കൂടി അധികം പോകുന്നതിനുള്ള നിയമമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ആ നിയമം മാറ്റിയിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഏത് ജില്ലകളിൽ വേണമെങ്കിലും ഏത് സ്ഥലത്തേക്കും ഓട്ടം പോകുന്നതിനുള്ള പെർമിറ്റ് നൽകിയിരിക്കുന്നത്. അത് എസ്.ടി.എ എന്ന് പറയുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആണ് അതിനുള്ള നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. നിലവിൽ പണ്ട് കാലത്ത് ഓട്ടോകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഓട്ടോകളുടെ എൻജിൻ ഫ്രണ്ട് സൈഡിലായിരുന്നു. അതായത് ഡ്രൈവർ ഇരിക്കുന്നതിന്റെ താഴെ വശങ്ങളിലായിരുന്നു. അത് കൊണ്ടുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എൻജിൻ ചൂടാകുകയും പിന്നീട് ഓട്ടോ ഓടുന്നതിനുള്ള തടസ്സം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതത് ജില്ലകൾ വിട്ട് പോകുന്നതിനുള്ള പെർമിറ്റ് കൊടുക്കാതിരുന്നത്. എന്നാൽ പുതിയ സംവിധാനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന ഓട്ടോകളിൽ വന്നതോടുകൂടി ആണ് ഈ പുതിയ നിയമം വന്നിരിക്കുന്നത്. പുതിയ ഓട്ടോകൾ എന്ന് പറയുമ്പോൾ ആപ്പ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ ഏത് ഓട്ടോകളാണെങ്കിലും, ഡീസൽ എഞ്ചിൻ ആണെങ്കിലും പെട്രോൾ വണ്ടി ആണെങ്കിലും CNG ആണെങ്കിലും പുതിയ സംവിധാനങ്ങളെല്ലാം വന്നതോടുകൂടി ഓട്ടോകൾക്ക് ഇന്ധനക്ഷമത കൂടുകയും എഞ്ചിൻ സംബന്ധമായിട്ടുള്ള പവറും വന്നതോടുകൂടിയാണ് മണിക്കൂറുകളോളം ഓടിക്കുന്നതിനുള്ള ഒരു ഇന്ധനക്ഷമത വണ്ടികൾക്ക് കൈവന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ എസ്.ടി.എ എന്ന് പറയുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ സമീപിക്കുകയും ഈ നിയമം പാസ്സാക്കണമെന്നുള്ള ഒരു അദാലത്ത് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിയമം എസ്.ടി.എ പരിഗണനയിലെടുക്കുകയും ആ നിയമം പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നിയമം കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾക്കാകെ ഒരു സന്തോഷം പകരുന്ന ഒരു നിയമമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനും ഒരു ഓട്ടോ തൊഴിലാളിയാണ്. നിലവിൽ ഓട്ടം കുറവായ ഒരു സാഹചര്യമൊക്കെ നിലവിലുള്ളത് കൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനും പെർമിറ്റ് ആ രീതിയിലാക്കിയതിനെ സംബന്ധിച്ചും വളരെ സന്തോഷം നൽകുന്ന ഒരു നിയമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതിന്റെ സർക്കുലറും മറ്റും ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു.